അല്ല, ഇതെന്താ ഇത്? ഇവിടെ വന്ന് സ്വപ്നം കണ്ടിരിക്കുക? അതെ, സ്വപ്നം തന്നെയാ. എന്ത് സ്വപ്നം? എന്താ പറയാ, നമ്മുടെ ഭാവിയെ കുറിച്ച്, വരാൻ പോകുന്ന കുഞ്ഞിനെ കുറിച്ച്. കേക്കട്ടെ. എനിക്ക് സംഭവിച്ച താളപ്പിഴകളൊന്നും എന്റെ കുഞ്ഞിന് സംഭവിക്കാൻ പാടില്ല. അവനായാലും അവളായാലും എല്ലാവരുടെയും കണ്ണിലുണ്ണിയായിരിക്കണം. എല്ലാവർക്കും നമ്മുടെ കുഞ്ഞിനെ കുറിച്ച് നല്ലത് മാത്രമേ പറയാനുണ്ടാവാൻ പാടുള്ളൂ. ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു കൊടുക്കണം. കൊണ്ടുപോകുന്നിടത്തൊക്കെ കൊണ്ടുപോകണം. അതൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നത്. അതെ, കാര്യമൊക്കെ ശരി തന്നെയാ. പക്ഷേ കുഞ്ഞിനു വേണ്ടി അതിനേക്കാൾ പ്രധാനപ്പെട്ടൊരു കാര്യം അമ്മായിയമ്മ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. അതെന്താ? വാ പറയാം. എന്താന്ന് പറയണം? വരണം മിസ്റ്റർ, വാ പറയാം. ഇതെവിടെയാ ഗിരിയേട്ടാ ഈ 1000 കണ്ണി ക്ഷേത്രം? ദൂരം ഒരുപാടുണ്ട്, തിരുവനന്തപുരത്ത്. ഈ അമ്മയുടെ ഒരു കാര്യം, നേർച്ച നേരാൻ തുടങ്ങിയാ പിന്നെ എവിടെയാണെന്നൊന്നും നോക്കില്ല. ഇതിപ്പോ നമ്മള് പോണോന്ന് നിർബന്ധം പിടിച്ചിരിക്കല്ലേ? പോവാനുള്ള തീരുമാനം അമ്മ എടുത്തു കഴിഞ്ഞു. എന്നോട് തിരുവനന്തപുരത്ത് ആരെങ്കിലും പരിചയക്കാരുണ്ടോന്ന് ചോദിച്ചു. ഞാനില്ലാന്ന് പറഞ്ഞപ്പോ അമ്മ അവിടെ ആരെങ്കിലും അന്വേഷിക്കട്ടെ എന്നാ പറയുന്നേ. അമ്പലത്തിന്റെ കാര്യല്ലേ, അമ്മ ആരെങ്കിലും കണ്ടുപിടിച്ചോളും, അത് ഉറപ്പാ. നേർച്ചയെ നമ്മുടെ കുഞ്ഞിന് വേണ്ടിയാ. ചെയ്തേ പറ്റൂന്ന് അമ്മ പറയുമ്പോ എങ്ങനെ വേണ്ടെന്ന് പറയാ? ചേച്ചി എപ്പോഴാ തിരുവനന്തപുരത്തോട്ട്? അമ്മ പറഞ്ഞോ നിന്നോട്? പറഞ്ഞൊന്ന് മാത്രല്ല, ഞാനാ നിങ്ങളുടെ എസ്കോട്ട്. അമ്മയ്ക്ക് വരാൻ പറ്റാത്തോണ്ടാ പകരം ഞാൻ. നിനക്ക് അമ്മയോട് പറയായിരുന്നില്ലേ ഇത്രയും ദൂരമൊന്നും പോയേണ്ട കാര്യമില്ലായിരുന്നു? ഞാൻ പകുതി പറഞ്ഞു നോക്കി, പക്ഷേ അതിനു മുൻപ് കടും ഭക്തിയിൽ ഇങ്ങോട്ടൊരു ചാട്ടം. പറഞ്ഞതങ്ങ് അനുസരിച്ചാ മതി, 3 പേരും കൂടെ പോയിട്ട് വന്നോളാൻ. എനിക്കൊരു ഓഫറും ഉണ്ട്. അതെന്താ ഈ ഓഫർ? നിങ്ങൾ സുമംഗലി പൂജയിൽ പങ്കെടുക്കുന്നത് പിറക്കാൻ പോകുന്ന കുഞ്ഞിന്റെ സൗഭാഗ്യത്തിന് വേണ്ടിയല്ലേ? ഞാനവിടെ ചുറ്റിപ്പറ്റി നിന്നാലേ എനിക്ക് നല്ലൊരു ചെക്കനെ കിട്ടും പോലും. അതാ ഞാനൊരു താല്പര്യം കാണിക്കുന്നത്. അപ്പൊ ഇനി രക്ഷയില്ല, പോയേ പറ്റുമല്ലേ? മഞ്ജു, തനിക്ക് കുഴപ്പമൊന്നുമില്ലെങ്കിലേ നമുക്ക് ഇതൊരു പ്ലഷർ ട്രിപ്പായിട്ട് അങ്ങ് എടുക്കാം. പ്ലഷർ ട്രിപ്പ്? ഈ കണ്ടീഷനിൽ ഗിരിയേട്ടനൊന്ന് വന്ന് നോക്കണം. എന്ത്, ഞാൻ പ്രഗ്നന്റ് ആകാനോ? അത് സംഗതി കൊള്ളാം കേട്ടോ. ഈ ആണുങ്ങളുടെ അഹങ്കാരം കുറയുന്നൊരു ഏർപ്പാടാ. ചേച്ചി വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യും, ഇനി മുതൽ അങ്ങനെ ആകണേന്ന് അമ്പലനടയിൽ ഒരു പ്രാർത്ഥനയും കൂടെ നടത്തിക്കോ. നീ ഒന്നും മിണ്ടായിരുന്നേ. അമ്പലത്തിൽ പോകുന്നതേ ഈ ഒരു നേർച്ചയ്ക്കാണെന്ന് അമ്മ അറിഞ്ഞാലേ പൊറുക്കില്ല കേട്ടോ. എന്തായാലും കുറെ കാലത്തെ ബഹളമൊക്കെ കഴിഞ്ഞിട്ടേ എനിക്കൊരു റിലാക്സേഷൻ ആവശ്യമാ. അതുകൊണ്ട് ഞാൻ ഈ യാത്രയ്ക്ക് ഓക്കെയാ. ഭാര്യയും ഭർത്താവും കൂടി പെട്ടെന്ന് കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്തോ, നമ്മൾ പോകുന്നു. ഓക്കെ? നമ്മുടെ കുഞ്ഞിന് വേണ്ടിയല്ലേ, നമുക്കങ്ങ് പോയേക്കാം. അമ്മയെ വിഷമിപ്പിക്കാൻ വേണ്ട, കൊള്ളാവുന്നൊരു യാത്രയാവും. ഇനി കൂടുതൽ നേർച്ചകളൊന്നും നേർന്നു കളയരുതെന്ന് അമ്മയോട് ഞാൻ പറഞ്ഞോളാം. ശരി, ഗിരിയേട്ടന്റെ ഇഷ്ടം. എന്റെ മമ്മി വെറുതെ ആവശ്യമില്ലാത്ത കാര്യത്തിന് നിർബന്ധിക്കണ്ട. എനിക്കങ്ങ് വയ്യ അമ്പലത്തിലേക്ക് പോവാൻ. എന്തത്, സുമംഗലി പൂജയോ? ഓരോ പൂജയ്ക്കും പിന്നെ വിശേഷപ്പെട്ട ഓരോ പേരുകൾ ഇട്ടിട്ടുണ്ടല്ലോ. അങ്ങനെ കളിയാക്കൊന്നും വേണ്ട. ഡാഡി ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ആ അമ്പലത്തിലെ മുഴുവൻ ചരിത്രവും നിനക്ക് പറഞ്ഞു തന്നെ. പ്രസിദ്ധമായിട്ടുള്ള ക്ഷേത്ര, ശക്തിയുള്ള ദേവിയ. അതിന് ക്ഷേത്രത്തിലൊക്കെ പോണം, പൂർണ്ണമായ മനസ്സോടെ പോണം. അല്ലാതെ പകുതി മനസ്സോടെ പോയിട്ട് എന്താ കാര്യം? ഇന്ദ്രജ, കുറേ നാളായിട്ട് ഞാൻ നിങ്ങളോട് ഒരു ഡോക്ടറെ കാണാൻ പറഞ്ഞോ? അറ്റ്ലീസ്റ്റ് നിങ്ങളിൽ ആർക്കാ കുഴപ്പമൊന്ന് ഒന്ന് നോക്കാൻ ഞാൻ പറഞ്ഞില്ലേ? കേട്ടോ?
കേട്ടോ നിങ്ങള്? അല്ല, എന്നും ഇങ്ങനെ നടക്കാനോ ഉദ്ദേശം? ജീവിതം കുറച്ചാൾ കഴിയുമ്പോ ബോറടിക്കും. അതിപ്പോഴേ ബോറടിച്ചു തുടങ്ങി. അതാ ഞാൻ പറഞ്ഞത്, ഒരു കുട്ടി ഉണ്ടാവേണ്ട സമയത്ത് തന്നെ ഉണ്ടാവണം. അല്ലാതെ കുറേ പ്രായം കഴിഞ്ഞിട്ട് അതിന്റെ പേരിൽ ഇങ്ങനെ കിടന്ന് കരഞ്ഞാ പോരാ. ഞാനും കൂടെ വന്നാലോ എന്ന് ആലോചിച്ചതാ. ഡാഡി ഇവിടെ ഇല്ലാത്ത സമയത്ത് ഞാനും അങ്ങോട്ട് മാറി നിന്നാ പിന്നെ കമ്പനിയുടെ കാര്യത്തില് ആ സൂര്യ എന്തേലും ഒന്ന് കാണിച്ചു കൂട്ടിയാ പിന്നെ അത് പറയാൻ പറ്റില്ല. അതിപ്പോ ആന്റി ഇവിടെ ഉണ്ടായാലും അളിയൻ ചെയ്യേണ്ടത് ചെയ്യുന്നുണ്ടല്ലോ. ദേ 3-4 ദിവസമുണ്ട്. രസകരമായ കുറെ ചടങ്ങുകളും മത്സരങ്ങളും ഒക്കെ ഉണ്ട്. ഇത്തവണത്തെ സുമംഗലി പൂജയ്ക്ക് പ്രത്യേകതകൾ ഒരുപാടാ. എന്ത് പ്രത്യേകത? അവിടെ എല്ലാ 7 വർഷം കൂടുമ്പോഴും അവിടെ ചെല്ലുന്ന ദമ്പതിമാർക്ക് ചില മത്സരങ്ങളൊക്കെ നടത്തും. അതിൽ വിജയിക്കുന്നവരാ അത്തവണത്തെ ദമ്പതി പൂജയ്ക്ക് കലശാഭിഷേകം നടത്തുന്നത്. പിന്നെ എല്ലാ വർഷവും നടത്തുന്ന പൂജയ്ക്ക് ആ ദമ്പതികൾക്ക് പ്രത്യേക സ്ഥാനവും ഇരിപ്പിടവും ഉണ്ടാവും. അതെ, സംഗതി കൊള്ളാം. നമ്മൾ പങ്കെടുത്ത് വിജയിച്ച അത് നമ്മുടെ കുടുംബത്തിനൊരു പവറാ. ആ പിന്നെ വിജയിക്കും. നിങ്ങളെങ്ങോട്ട് പോയിട്ടല്ലേ? ഇന്ദിരജെ, ദേ ഈ വീടിനകത്തെ പോലെ താൻ എന്നെ കൈയും കാലും കെട്ടിയിട്ടില്ലെങ്കിൽ പുറത്തുപോയി മത്സരം വിജയിക്കാനുള്ള ആത്മവിശ്വാസമൊക്കെ എനിക്കുണ്ടേ. വിവാഹത്തിന് മുമ്പ് ഞാൻ എത്ര ക്ലബിന്റെ മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ളതാ. അതിലൊക്കെ വിജയിച്ച് ഞാൻ എത്ര ട്രോഫികൾ വാങ്ങിയിട്ടുണ്ടെന്നറിയോ? ശരിക്കും? ആ അതെ, ഇത്തവണത്തെ സുമംഗലി പൂജയ്ക്ക് നിങ്ങൾ പങ്കെടുക്കുന്നു. അക്കാര്യത്തിൽ മാറ്റില്ല. ഞാനും വരുന്നു നിങ്ങളോടൊപ്പം. മമ്മി വരുന്നുണ്ടെങ്കിൽ ഓക്കെ, ഞാൻ സമ്മതിച്ചു. ഞാൻ വരാം. പത്മ യതീന്ദ്രദാസ്, അവരുടെ വീട്ടിലേക്ക് നമ്മളിപ്പോ പോകുന്നത്. ആ അല്ല, അമ്മയുടെ ആരാത്? അമ്മ ബന്ധം കണ്ടുപിടിച്ച് വഴി പറഞ്ഞാലേ കുറച്ച് ദൂരം പോകേണ്ടി വരും. അമ്മയുടെ ഒരു കുഞ്ഞമ്മയുണ്ട്, വിലാസിനി കുഞ്ഞമ്മ. മുമ്പൊക്കെ ഏത് കാര്യത്തിനും അമ്മ പറയാറുള്ളൊരു പേരാ. ആ വിലാസിനി കുഞ്ഞമ്മയുടെ ഒരു അകന്ന ബന്ധുവാ ഈ പത്മ യതീന്ദ്രദാസ്. വലിയ കക്ഷിയാ, കോടീശ്വരി, സ്വന്തമായിട്ട് കുറെ കമ്പനികള്, പിന്നെ പവർഫുൾ ആയിട്ടൊരു ബിസിനസ്സുകാരിയാ. നമ്മൾ വെറുതെ അവരുടെ വീട്ടിൽ ചെന്ന് അവരെ ബുദ്ധിമുട്ടിക്കാനൊന്നും നിൽക്കണ്ട. നമുക്കവിടെ ഏതെങ്കിലും ഹോട്ടലിൽ മുറിയെടുത്താ പോരെ? ക്ഷേത്രത്തിലേക്ക് പോകുമ്പോൾ അതേ മാർഗമുള്ളൂ. പക്ഷേ ക്ഷേത്രത്തിൽ പോകുന്ന പോലെ തന്നെ നമ്മൾ അവിടെ ചെന്ന് പത്മാന്റിയും കണ്ടിരിക്കണമെന്ന് അമ്മയ്ക്ക് നിർബന്ധമാണ്. അവരെങ്ങനെയുള്ള ആൾക്കാരായിരിക്കും? നമ്മൾ ചെന്ന് ദേഷ്യപ്പെടുവോ? ഇതൊന്നും അറിയാതെ നമ്മൾ അങ്ങോട്ടേക്ക് ചെന്ന് കയറുകയെന്ന് പറഞ്ഞാ എനിക്ക് എന്തോ പോലെ തോന്നാം. ഇനി പറഞ്ഞാൽ അമ്മയ്ക്ക് ദേഷ്യം വരും. അമ്മ ഇത്രയും കഷ്ടപ്പെട്ട് ഒരാളെ കണ്ടുപിടിച്ചല്ലേ.